അപ്രസക്തരായിപ്പോയ ചില യുവപ്രതിഭകൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുണ്ട്. വലിയ പ്രതീക്ഷയുടെ കാടിളക്കി എന്തൊക്കെയോ ആയിത്തീരുമെന്ന് പ്രതീക്ഷിച്ച് ചിലപ്പോൾ മന്ത്രിയോ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ഒക്കെ ആവും എന്നൊക്കെയുള്ള തരത്തിലേക്ക് വൈബ് സൃഷ്ടിച്ച് ചിലർ പാരമ്പര്യത്തിൻ്റെ ഘടകങ്ങൾ അവകാശപ്പെട്ട്, മറ്റു ചിലർ ക്വാളിഫിക്കേഷനുകൾ അവകാശപ്പെട്ട്, മറ്റു ചിലർ മറ്റു പലതും അവകാശപ്പെട്ട് ഒക്കെ രംഗത്ത് വന്നെങ്കിലും എങ്ങോ പോയി മറഞ്ഞ പൊൻതാരകങ്ങളായി തീർന്ന ചിലരെ കൂടി ഓർക്കണം. അതിലൊന്നാമത്തേത് മറ്റാരുമല്ല, തിരുവനന്തപുരത്തെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ എന്ന സഖാവാണ്. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറാവുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെന്ന് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതാണ്. അന്ന് എതിർ പാർട്ടിക്കാരായ പലരും പറഞ്ഞു, കണ്ടോ ഇങ്ങനെ തീരുമാനിക്കാൻ CPM മാത്രമേ കഴിയൂ എന്ന്. വളരെ സ്വീകാര്യതയുടെ ഒരു പുതിയ മുഖമായി പ്രത്യക്ഷപ്പെട്ടെങ്കിലും പിന്നീട് നിരനിരയായി കാണുന്ന കാഴ്ചകളൊക്കെയും അതിരുകടന്ന സംസാരങ്ങളുടെയും അവിവേകങ്ങളുടെയും ഒരുപക്ഷെ സമൂഹം അഹങ്കാരമെന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലേക്കൊക്കെയുള്ള പ്രകടനങ്ങളായിരുന്നു. അതിൻ്റെ മൂർധന്യാവസ്ഥയായിരുന്നു തെരുവിലൊരു ട്രാൻസ്പോർട്ട് ഡ്രൈവറുമായി നടത്തിയ സംഗതി. അതടക്കമുള്ളവയാണ് കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെട്ടത് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും പല സീനിയർ ആളുകളും ഇത് പൂച്ചം പറയുകയും പുറത്ത് പറയുകയും ഒക്കെ ചെയ്തതോടുകൂടി ആർക്കും എങ്ങും പ്രചരണത്തിനായി വേണ്ടാത്ത ഒരാളായി മാറി സാക്ഷാൽ ആര്യ രാജേന്ദ്രൻ. പണ്ട് പല കാരണങ്ങളാൽ അത്തരത്തിൽ ഷെൽഫ് ചെയ്യപ്പെട്ട രാഷ്ട്രീയ കാരണങ്ങളാണ് കൂടുതലും. നമ്മുടെ സബിത ബീഗം മാഡം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സബിതയ്ക്കൊക്കെ ഇപ്പോഴും വേദികളുണ്ട്, ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ആരവങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ട്. പക്ഷേ അപ്രസക്തയായിപ്പോയി മേയർ ആര്യ രാജേന്ദ്രൻ. എങ്ങും കാണുന്നില്ല, എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ അപ്രത്യക്ഷമായി പോയ 2 പേരുണ്ട്. അതിലൊന്ന് അനിൽ ആൻ്റണിയും മറ്റൊന്ന് സരിനുമാണ്. ഞാൻ ഈ ഇലക്ഷൻ വരുമ്പോൾ ഓർത്തു പോകുന്നത് എന്താണെന്നറിയോ? ഇപ്രാവശ്യവും എന്തായാലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചാടിപ്പോയില്ല ചെറുപ്പക്കാർ. ഈ ചാടിപ്പോകുന്നവരെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ക്ഷമയോടെ കാത്തു നിന്നാൽ അവരവരുടെ ഊഴം വരും. ഞാൻ വിചാരിച്ചു പുനലൂരിലെ സഞ്ജയ് ഖാനൊക്കെ അത്തരത്തിൽ കാണിച്ച് കളയുമോ എന്ന്. പക്ഷേ അത് പിന്നെ KC വളരെ സ്മാർട്ടായി കൈകാര്യം ചെയ്തു. എപ്പോഴാണ് അനിൽ ആൻ്റണി പണങ്ങുന്നത്? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനാണ്. അനിൽ ആൻ്റണിയുടെ മനസ്സിൽ ആ സീറ്റ് വേണമെന്ന മോഹം ഉദിച്ചു. പിതാവിനോട് ഒരുപാട് സമ്മർദ്ദം ചെലുത്തി. ആൻ്റണി വഴങ്ങിയില്ല. അപ്പം മാത്രമല്ല, അതിനു മുമ്പും വഴങ്ങിയില്ല. മറ്റ് പല സഹപ്രവർത്തകർക്കും ഈ ആൻ്റണിയുടെ മേലുള്ള സമ്മർദ്ദം അറിയാവുന്നതുകൊണ്ട്, അമ്മയും മോനും സമ്മർദ്ദം ചെലുത്തുന്നത് അറിയാവുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് കൃപാസനത്തിലൊക്കെ പോയി അനുഗ്രഹം വാങ്ങിച്ചിരിക്കുന്ന മാഡം നടക്കും എന്ന് കൃപാസനം പറഞ്ഞാൽ പിന്നെ കണ്ണടച്ച് അത് ചെയ്തേ മതിയാവൂ എന്ന തരത്തിലൊക്കെ നിൽക്കുന്നതിന് ആ സമ്മർദ്ദത്തിൽ ഒക്കെ പരിഗണിച്ച് ചില പദവികളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഇൻ്റർനാഷണൽ വേറെന്തൊക്കെയോ പദവി, വക്താവിൻ്റെ പദവി, അനാലിസിസിൻ്റെ പദവി, അങ്ങനെയൊക്കെ AICCയിൽ ഒരുപാട് പദവി ഉണ്ടല്ലോ. ആൻ്റണിയുടെ മകനൊരു പദവി കൊടുക്കുന്നതിന് AICCക്ക് പ്രത്യേകിച്ച് ഫോർമാറ്റൊന്നും വേണമെന്നില്ലല്ലോ. പക്ഷേ അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടു. അത് ആൻ്റണിക്ക് പറയാൻ കഴിഞ്ഞില്ല, ആൻ്റണി പറഞ്ഞില്ല, പറഞ്ഞാൽ കിട്ടുകയുമില്ല. കാരണം അവിടെ PT തോമസിൻ്റെ ഭാര്യ പഴയ KSUക്കാരി ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പാർട്ടി വിട്ടത്. എന്ത് നേടി, എന്തായി? ഒന്നും ആയില്ല. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ഉറപ്പുള്ള ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയായനെ. ആൻ്റണിയുടെ മകനെന്നുള്ള നിലയിൽ സഭയും പത്രങ്ങളും എല്ലാവരും ചേർന്ന് അദ്ദേഹം വിജയിക്കുകയും നാളുകളിൽ അച്ഛനെപ്പോലെ ഈ സംസ്ഥാനത്തൊരു മന്ത്രിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിത്തീരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾ സരിനാണ്. അത് വേറൊരു ജന്മം. അതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം വെച്ചത്. അത് കിട്ടില്ല, തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അതോടൊപ്പം പ്രവർത്തിച്ചിരുന്നെങ്കിൽ പിൽക്കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ വളരെ സ്വാഭാവികമായൊരു ചോയ്സായി അദ്ദേഹം മാറുമായിരുന്നു. വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് തന്നെ ചോദിക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ അദ്ദേഹവും അപ്പുറത്ത് ചാടി എന്തൊക്കെയോ ആയിത്തീർന്നു എന്നുള്ളതല്ലാതെ എങ്ങും പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറിയില്ല. അതുപോലെ തന്നെ അപ്പുറത്തേക്ക് പോയ മറ്റൊരാളാണ് നമ്മുടെ PS പ്രശാന്ത്. അദ്ദേഹം നെടുമങ്ങാട് സ്ഥാനാർത്ഥിയായിരുന്നു. തോറ്റു കഴിഞ്ഞാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് ചാടിപ്പോയത്. കോൺഗ്രസ്സിലൊക്കെ നിൽക്കുന്നത് പോലെ വേറെങ്ങും നിൽക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ വലിപ്പം പറയുമല്ല, ഈ ഗ്രൂപ്പ് രാഷ്ട്രീയവും നേതാക്കളും ഒക്കെ വ്യത്യസ്തരായതുകൊണ്ട് ഇപ്പോൾ VD സതീശൻ്റെ കയ്യിൽ നിന്ന് ചാടിയാൽ രമേശിൻ്റെ കൂടെ നിൽക്കാം, രമേശിൻ്റെ കയ്യിൽ നിന്ന് ചാടിയാൽ വേണമെങ്കിൽ KCയുടെ കൂടെ നിൽക്കാം, KCയുടെ കയ്യിൽ നിന്ന് ചാടിയാൽ വേണമെങ്കിൽ തരൂരിൻ്റെ കൂടെ നിൽക്കാം, ഇനി തരൂരിൻ്റെ കൂടെ അല്ലെങ്കിൽ കൊടിക്കുന്നിലിൻ്റെ കൂടെ നിൽക്കാം. ഇങ്ങനെയൊക്കെ നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. CPMലൊന്നും അങ്ങനെയല്ല. ഏതായാലും അദ്ദേഹം അവിടെ പോയിട്ട്
ഏറ്റവും വലിയ അഴിമതിയുടെ കാലഘട്ടമായി ദേവസ്വം ബോർഡ് മാറി. അയ്യപ്പ സംഗമത്തിൻ്റെയൊക്കെ കണക്കുകളുടെ കഥകളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ചുരുക്കത്തിൽ അദ്ദേഹവും ഒരു പുറത്തെടുക്കാ ചരക്കായി മാറി. ഈ അവിവേകങ്ങൾ അതൊരു പാർട്ടിയുടെ മാത്രമല്ല, ഏത് പാർട്ടിയിൽ നിന്ന് ആരെങ്ങോട്ട് ചാടിയാലും അവസാനം സംഭവിക്കുന്നത് സമാനമായ രീതിയിലൊക്കെയാണ് എന്നുള്ളതാണ് സത്യം.